Hello all, welcome back to our class. Today I'm going to do the session style specification formats. Format depends on the level of the style sheet. If it's a inline, then style sheet appears as the value of the style attribute of a tag. General format will be style equal to within double quotes property1 colon value 1 then semicolon the next property 2 colon value 2 then semicolon up to property n colon value n semicolon then close the double quotes. For example, h1 ടാഗിൽ സ്റ്റൈൽ ഈക്വൽ ടു കളർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി 1 ആണ് കോളൻ അതിൻ്റെ വാല്യൂ റെഡ് ദെൻ ഓരോ പയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെമിക്കോളൻ വേണം സെമിക്കോളൻ നെക്സ്റ്റ് ഫോണ്ട് ഫാമിലി അതൊരു പ്രോപ്പർട്ടി 2 ആണ് കോളൻ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സാൻസ് സാരിഫ് അതേപോലെ ആ ലൈക്ക് ദാറ്റ് ആ ഫോമാറ്റിലാണ് കൊടുക്കുക ദെൻ സെമിക്കോളൻ ദെൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അകത്ത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈൽ ഫോമാറ്റ് വരും കളറ് ഫോൺ ഫാമിലിയും ഈ അപ്ലൈ ചെയ്ത സ്റ്റൈലിലെ ആ ഒരു ഇതിൽ വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുക. ഇവിടെ h1 ടാഗിൽ സ്റ്റൈൽ കൊടുത്തത് കളർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി 1 കോളൻ ദെൻ വാല്യൂ ബ്ലൂ. സോ ഈ ബ്ലൂ ഹെഡിങ് എന്ന് പറഞ്ഞാൽ h1 ടാഗിന് ബ്ലൂ കളറായി. നെക്സ്റ്റ് പാരഗ്രാഫ് ടാഗിന് സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ് കൊടുത്തു. കൊടുക്കേണ്ട ഫോമാറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡബിൾ കോട്ട്സിൽ പ്രോപ്പർട്ടി 1 കോളൻ വാല്യൂ 1 ദെൻ സെമിക്കോളൻ ഒരു പയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമിക്കോളൻ ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി 2 colon value 2 semicolon like that. Okay. The next is format for document level. Style sheet specification in document level. Style sheet appears as a list of rules that are the content of a style tag within the header of a document. General format will be style type equal to double quotes text bar / forward / css. Type attribute identifies the content between the style tag and the default value is text forward / css, which indicates that the content is css cascading style sheet. Then under that rule list, then close the style tag. The style tag include the type attribute. It set the default value is text forward / css. And each style rule in a rule list has two parts. Selector indicates the tag or tags affected by the rule and the list of property value pairs. Next is general format for document level. Selector, then curly bracelet property 1 colon value 1 semicolon then property 2 colon value 2 semicolon up to property n colon value n semicolon. The CSS selectors are used to find or select the HTML elements you want to style. ഏത് എലമെൻറ്റ് HTML എലമെൻറ്റിയാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്നുള്ളതിനാണ് സെലക്ടർ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് കേളി ബ്രേസിൻ്റെ അകത്ത് പ്രോപ്പർട്ടിയും വാല്യൂ പയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഓരോ പ്രോപ്പർട്ടി വാല്യൂ പയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഒരു സെമി കോളൻ ഉണ്ട്. ഓക്കെ, pairs are separated by a semicolon. Then property value pair എന്ന് പറയുന്നത് ഫോമാറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി കോളൻ വാല്യൂ ദെൻ ലാസ്റ്റ് എൻഡിങ്ങിൽ സെമിക്കോളൻ. ഫോർ എക്സാമ്പിൾ സ്റ്റൈൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഫോർവേഡ് / css ദെൻ h1 മീൻസ് ഇത് സെലക്ടർ ആണ്, അതായത് h1 എന്ന് പറഞ്ഞ ടാഗിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അതിൻ്റെ അർത്ഥം. കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് കളർ റെഡ് ഫോണ്ട് സൈസ് 20 ദെൻ ഫോണ്ട് ഫാമിലി മോണോസ്പേസ്. അതായത് h1 ടാഗ് അപ്ലൈ ചെയ്തിട്ടുള്ള അതിൻ്റെ കണ്ടൻറ്റെല്ലാം ഈ ഒരു ഫോമാറ്റ് ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരിത്. നെക്സ്റ്റ് ടേക്ക് വൺ എക്സാമ്പിൾ. അതായത് h1 എന്ന് പറഞ്ഞ സെലക്ടർ സ്റ്റൈലിൻ്റെ അകത്ത് കൊടുത്തു, കേളി ബ്രേസിൻ്റെ അകത്ത് ടെക്സ്റ്റ് അലൈന് സെൻറ്റർ കളർ റെഡും. എന്നിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റൈൽ ക്ലോസ് ചെയ്തു. എൻ്റെ ഹെഡും ക്ലോസ് ചെയ്യും. ഹെഡിൻ്റെ അകത്താണ് സ്റ്റൈൽ കൊടുക്കുക. ഓക്കെ, ദെൻ ബോഡിയുടെ അകത്ത് h1 ടാഗിൽ ഒരു സെൻറ്റൻസ് കൊടുത്തു, അതേപോലെ പി ടാഗിലും കൊടുത്തു. നെക്സ്റ്റ് ഒരു പി ടാഗ്, എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, ദെൻ HTML ടാഗും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ h1 ടാഗിനാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്തത്. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, അതായത് സെൻറ്ററിൽ വരാനും കളർ റെഡും.
ഔട്ട്പുട്ട് വിൽ ബി h1 ടാഗിൻ്റെ അകത്ത് കൊടുത്തത് എവരി പാരഗ്രാഫ് വിൽ ബി എഫക്റ്റഡ് ബൈ ദിസ് ടെയിൽ എന്നാണ്. സോ അതിന് മാത്രം അപ്ലൈ ചെയ്ത് സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഈ പാരഗ്രാഫ് ടാഗിൻ്റെ അകത്ത് കൊടുത്തതിന് ഒന്നും ചേഞ്ച് ഇല്ല, ബിക്കോസ് സ്റ്റൈലിൻ്റെ അകത്ത് h1 സെലക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് h1 ടാഗാണ്. ഓക്കെ. The next general format for external style sheet. The link tag is used to specify the external style sheet. Within link tag, the rel relational attribute is used to specify the relationship of the link to the document in which the link appears. And next type specifies the name type. External style sheet are written with the name type text / css. That I already told. Default value is text / css. It indicates the content is css. And next is href attribute of link tag is used to specify the URL of the style sheet document. The URL is the format will be file.css and the relation type is style sheet and the link type is text / css. For example, link ടാഗിൻ്റെ അകത്ത് RL റിലേഷൻ ടൈപ്പ് സ്റ്റൈൽ ഷീറ്റ് കൊടുത്തു, ഡബിൾ കോഡ്സിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിൽ ടെക്സ്റ്റ് /CSS ദെൻ href കൊടുത്തു. അതൊരു URL, അതായത് ഒരു ലിങ്ക് മീൻസ് എവിടത്തേക്കാ URL മീൻസ് സ്പെസിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. Last class I already explained the concept of external CSS, internal and inline CSS with an example. Next session is selector form. The selector can have a variety of forms. First of all, simple selector form, then class selector, then generic selector, ID selector, contextual selector, then universal selector and pseudo select classes. First one is simple selector. The selector is a tag name or a list of tag names separated by commas. Consider the following example in which the property is font size and the property value is a number of points. h1 h3 ടാഗിൽ അപ്ലൈ ചെയ്യുന്നത് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 24 പോയിന്റ്. അതായത് ഫോണ്ട് സൈസ് ആർ മെഷേർഡ് ഇൻ പോയിന്റ്സ് ആൻഡ് ദ പോയിന്റ് സൈസ് റെഫേഴ്സ് ടു ദ ഹൈറ്റ് ഓഫ് ദ ക്യാരക്ടർ. ദെൻ h2 ടാഗിന് ഫോണ്ട് സൈസ് പറയുന്നത് 22 പോയിന്റ്. പ്രീവിയസ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് സ്റ്റൈലിൽ P എന്ന് പറഞ്ഞ ടാഗിനാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്തത്, അതായത് ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കളർ റെഡും. എന്നിട്ട് അതിൻ്റെ അകത്ത് P എന്ന് പറയുന്ന ടാഗ് 3 P ടാഗിലാണ് കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. P ടാഗിനാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത്. ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നത് സെൻറ്റർ ആയിട്ടും കളർ റെഡ് ആയിട്ടും. ഔട്ട്പുട്ട് വിൽ ബി, ഇവിടുത്തെ ഡിഫറൻസ് മനസ്സിലായോ? അതായത് P ടാഗിൻ്റെ അകത്തുള്ള കണ്ടൻസിനൊക്കെ സ്റ്റൈൽ അപ്ലൈ ആയിട്ടുണ്ട്. അതായത് P എന്നാണ് നമ്മൾ സ്റ്റൈൽ കൊടുത്തത്, ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കളർ റെഡും. ഇവിടെ കൊടുത്ത മൂന്ന് ടാഗ് ഇവിടെ യൂസ് ചെയ്തത് ബോഡിൻ്റെ അകത്ത് P ആണ്. സോ ആ 3 ടാഗിന് അപ്ലൈ ചെയ്തത് സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് 3ഉം ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് സെൻറ്ററിലും കളർ റെഡ് ആയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് സെലക്ടർ യൂസ് ടു അലോ ഡിഫറെൻറ്റ് occurrences of the same tag to use different style specification. A style class has a name which is attached to a tag name. P.send അതായത് പ്രോപ്പർട്ടി /value ലിസ്റ്റ്. അത് എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ P ക്ലാസ് എന്ന് പറയുന്നത് സെൻറ്റർ കൊടുത്തു, ദെൻ P ടാഗിൻ്റെ അകത്ത് ക്ലാസ് ലാർജ് എന്ന് കൊടുത്തു. ഈ ക്ലാസ്സിൻ്റെ അകത്ത് കൊടുത്തത് നമ്മൾ സ്റ്റൈലിൻ്റെ അണ്ടറിൽ P, അതായത് ഏത് സെലക്ടറാണ് ഇവിടെ P അല്ലേ, അപ്പോൾ P. ഈ ക്ലാസ്സിന് കൊടുത്ത നെയിമാണ് കൊടുക്കുക, സെൻറ്റർ ലാർജ്. എന്നിട്ട് അതിന് എന്ത് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടതെന്നില്ല, അതായത് പ്രോപ്പർട്ടി വാല്യൂ, അതായത് ഫോണ്ട് സൈസ് കോളൻ എന്താ ഫോണ്ട് സൈസ് കൊടുക്കേണ്ടതെന്നില്ല, ദെൻ കളർ എന്താ കൊടുക്കേണ്ടതെന്നില്ല, പയേഴ്സ് കേളി ബ്രേസിൽ കൊടുക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്ലാസ് സെലക്ടർ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ബോർഡിൻ്റെ അകത്ത് h1 ടാഗ് P ടാഗ് ഒക്കെ ഉണ്ട്. അതിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് ക്ലാസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് സെൻറ്റർ കൊടുത്തു, P ടാഗിനും കൊടുത്തു ക്ലാസ് ഈക്വൽ ടു സെൻറ്റർ. ദെൻ നെക്സ്റ്റ് P ടാഗിന് ക്ലാസ് ഈക്വൽ ടു ലാർജ് എന്ന് കൊടുത്തു. സ്റ്റൈലിൻ്റെ അകത്ത് കൊടുക്കുന്നത് P.സെൻറ്റർ, അതായത് ഈ ക്ലാസ്സിനെ കൊടുത്ത് P എന്ന് പറയുന്നത് ഈ സെലക്ടർ, ഇത് P ടാഗാണെന്നുള്ള അർത്ഥത്തിലാണ്. ക്ലാസ് ഈക്വൽ ടു സെൻറ്റർ, അപ്പോൾ P.സെൻറ്റർ എന്നുള്ളതിന് അപ്ലൈ ചെയ്യുന്നതാണ് ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കളർ റെഡ് പ്രോപ്പർട്ടി വാല്യൂ.
അതിൻ്റെ ഫോമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടി കോളൻ വാല്യൂ ദെൻ സെമിക്കോളൻ. ഓക്കെ, സോ ഈ പി ഇവിടെ വന്ന് ക്ലാസിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞ പി ടാഗിൻ്റെ കണ്ടൻറ്റ് ഈ ഒരു സ്റ്റൈലായിട്ട് വരും. ഓക്കെ, അതായത് H1 ടാഗിന് ഒരു ചേഞ്ചും ഇല്ല. കാരണം എന്ന് വെച്ചാൽ H1 ടാഗ് നമ്മൾ ഇവിടെ സ്റ്റൈലിൻ്റെ അകത്ത് H1 ഡോട്ട് എന്നിട്ട് കൊടുത്തിരുന്നെങ്കിൽ H1 ടാഗിനും ഈ സ്റ്റൈൽ അപ്ലൈ ആവും. ഇവിടെ H1 ടാഗിൻ്റെ ക്ലാസ്സിലൊന്നും ക്ലാസിക്കൽ സെൻറ്ററിന് കൊടുത്തത് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സോ നോ ചേഞ്ച്, ദിസ് ഹെഡിങ് വിൽ നോട്ട് ബി എഫക്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് പി ക്ലാസിക്കൽ സെൻറ്റർ, ദിസ് പാരഗ്രാഫ് വിൽ ബി റെഡ് ആൻഡ് സെൻറ്റർ അലൈൻഡ്. സോ ആ പാരഗ്രാഫ് എന്ന് പറയുന്നത് റെഡുമായി സെൻറ്ററിൽ അലൈൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പി ടാഗിൽ ക്ലാസിക്കൽ ടു ലാർജ്, അതിൻ്റെ കണ്ടൻറ്റ് കൊടുത്തത് ദിസ് പാരഗ്രാഫ് വിൽ ബി എ ലാർജ് ഫോണ്ട് എന്നാണ്. സോ ഇവിടെ പി ഡോട്ട് ലാർജ് നേരത്തെ അപ്ലൈ ചെയ്തത് ഫോണ്ട് സൈസ് 300% ആണ്. സോ അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ആയി വരുത്ത് പാരഗ്രാഫ് വിൽ ബി എ ലാർജ് ഫോണ്ട് സൈസ് ആയിട്ട് വരും. ഓക്കെ, സപ്പോസ് അവിടെ ക്ലാസിക്കൽ ടു സെൻറ്റർ കുറച്ച് സ്പേസ് കൊടുത്ത് ലാർജ് എന്ന് കൊടുത്തില്ലെങ്കിൽ ബോത്ത് അപ്ലൈ ആയിട്ട് വരും. അതായത് പി ഡോട്ട് സെൻറ്ററിലുള്ള സ്റ്റൈലും അപ്ലൈ ആവും, പി ഡോട്ട് ലാർജിലുള്ള, അതായത് സെൻറ്ററിൽ വരും, ടെക്സ്റ്റ് അലൈൻ സെൻറ്ററിൽ വരും, കളർ റെഡ് ആവും, അതേപോലെ ഫോണ്ട് സൈസ് ലാർജ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് വേറൊരു എക്സാമ്പിൾ, അതായത് ഇവിടെ തേർഡ് കൊടുത്ത പി ടാഗിനകത്ത് ക്ലാസിക്കൽ ടു ഡബിൾ കോട്ട്സിൽ സെൻറ്റർ സ്പേസ് ലാർജ്. സോ അതിന് ബോത്ത് സ്റ്റൈൽ അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, കളർ റെഡ് ആൻഡ് ഓൾസോ ഫോണ്ട് സൈസ് ലാർജ്. Then next is generic selector. A generic class can be defined if you want a style to apply to more than one kind of tag. അതായത് കൂടുതൽ ടാഗ്സിന് സെയിം സ്റ്റൈൽ വാല്യൂ, അതായത് പ്രോപ്പർട്ടി വാല്യൂ അപ്ലൈ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ജനറിക് ക്ലാസ് മസ്റ്റ് ബി നെയിംഡ് ആൻഡ് ദ നെയിം മസ്റ്റ് ബി ബിഗിൻ വിത്ത് എ പീരീഡ്. എക്സാമ്പിൾ, അതായത് ഇവിടെ എല്ലാത്തിനും, അതായത് H1 ടാഗിൻ്റെ അകത്ത് ക്ലാസിക്കൽ ടു റിയലി ബിഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പി. സോ ഇതിനെല്ലാത്തിനും സെയിം ഫോമാറ്റ്, അതായത് സെയിം പ്രോപ്പർട്ടി വാല്യൂ അപ്ലൈ ചെയ്യണമെങ്കിലാണ് ജനറിക് സെലക്ടർ യൂസ് ചെയ്യുന്നത്. അതായത് അത് എങ്ങനെയാണ് ഫോമാറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഡോട്ട് ഈ ക്ലാസ്സിൻ്റെ അകത്ത് കൊടുത്ത് നെയിം കൊടുക്കുക, ദെൻ ഏത് പ്രോപ്പർട്ടിയാണ് വാല്യൂ വേണ്ടതെന്നില്ല പ്രോപ്പർട്ടി വാല്യൂ ലിസ്റ്റ്. ഓക്കെ, ജനറിക് സെലക്ടറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ജനറിക് ക്ലാസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി നെയിംഡ് ആൻഡ് ദെൻ ദ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് എ പീരീഡ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ മീൻസ് ഏത് ടാഗാന്നൊന്നും ഫസ്റ്റ് സെലക്ടർ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡോട്ട് സെൻറ്റർ, അതായത് ക്ലാസ്സിൻ്റെ അകത്ത് കൊടുത്തത് സെൻറ്റർ അല്ലേ, അത് കൊടുത്തു, എന്നിട്ട് ഏത് പ്രോപ്പർട്ടി വാല്യൂ വേണ്ടതെന്നില്ല കൊടുക്കാൻ. സോ ഈ H1 ടാഗിനും അതേപോലെ പി ടാഗിനും രണ്ടിനും ആ സ്റ്റൈൽ അപ്ലൈ ആയി വരും. ഓക്കെ, അതാണ് ജനറിക് സെലക്ടറിൻ്റെ എക്സാമ്പിൾ. Then next is ID selector. An ID selector allows the application of a style to one specific element. General form hash specific ID, then curly bracelet property value. Then example എന്ന് പറയുന്നത് ഹാഷ് ഒരു, അതായത് ഈ H2ൻ്റെ ടാഗിൽ ID കൊടുത്തത് ഡബിൾ കോട്ട്സിൽ സെക്ഷൻ 14 എന്നാണ്. സോ ഹാഷ് ആ നെയിം ഈ IDൻ്റെ അകത്ത് കൊടുത്ത നെയിം കൊടുക്കുക, ദെൻ എന്താ എന്ത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഫോണ്ട് സൈസ് 20 വേണമെന്നുള്ളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഹലോ എന്നുള്ള കണ്ടന്റ് ഫോണ്ട് സൈസ് 20 ആയിട്ട് വരും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ പി ടാഗിൽ ID ഈക്വൽ ടു പാര1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഹലോ വേൾഡ്. നെക്സ്റ്റ് പി ടാഗിൽ ID ഒന്നും കൊടുത്തില്ല. ഫസ്റ്റ് കൊടുത്തതിൻ്റെ ID ആണ് ഹാഷിൻ്റെ ഇവിടെ നെയിമായിട്ട് കൊടുക്കുക പാര1. എന്നിട്ട് കേളി ബ്രേസിൽ ഏത് ഫോമാറ്റ് ടെക്സ്റ്റൈലും സെൻറ്ററിലും കളർ റെഡും. സോ ഈ ID കൊടുത്ത പാരഗ്രാഫിന് മാത്രമാണ് ഈ സ്റ്റൈൽ അപ്ലൈ ആവുള്ളൂ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഹലോ വേൾഡ് അതിന് മാത്രമേ അപ്ലൈ ആയിട്ടുള്ളൂ, കാരണം ആ ഫസ്റ്റ് പാരഗ്രാഫിന് മാത്രമേ ID കൊടുത്തിട്ടുള്ളൂ. സോ ആ ID കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇട്ടിട്ട് ഹാഷ് ആ ID കൊടുത്ത നെയിം എന്നിട്ട് ഏത് പ്രോപ്പർട്ടി വാല്യൂ വേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, next one, universal selector. The universal selector denoted by an asterisk. It applies its style to all element in the document. അതായത് ഡോക്യുമെൻറ്റിലെ എല്ലാ എലമെൻറ്റിനും അപ്ലൈ ചെയ്യും. അതിന് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആസ്റ്ററിക് സിമ്പിളാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവിടെ ഒരു ആസ്റ്ററിക് സിമ്പിൾ കൊടുത്തു, അതായത് സ്റ്റാർ കൊടുത്തു, എന്നിട്ട് ഏത് പ്രോപ്പർട്ടി വാല്യൂ വേണ്ടതെന്നില്ല കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെൻറ്റിലെ എല്ലാ എലമെൻറ്റിനും
ആ ഒരു പ്രോപ്പർട്ടി വാല്യൂ അപ്ലൈ ആയിട്ട് വരും. ഇതാണ് എക്സാമ്പിൾ. അതായത് ഇവിടെ H1 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുത്തു. അതായത് ഈ ക്ലാസ്സിൻ്റെ നെയിമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആസ്ട്രിക് സിമ്പിൾ കൊടുത്തിട്ട് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു റൂൾ മീൻസ് ഈ ഒരു പ്രോപ്പർട്ടി വാല്യൂ അപ്ലൈ ആയിട്ട് വരും. ഇവിടെ H1 ക്ലാസിക്കൽ സെൻറ്ററിന് കൊടുത്തു, P ക്ലാസിക്കൽ സെൻറ്ററിന് കൊടുത്തു. പക്ഷെ ഏതാ വേണ്ടതെന്നൊന്നും കൊടുക്കണ്ട. H1 വേണോ P വേണോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർ ആസ്ട്രിക് സിമ്പിൾ കൊടുത്തതിന് ശേഷം സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ക്ലാസ്സിനകത്ത് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആയിട്ട് വരും, കളർ റെഡ് ആയിട്ട് വരും. അപ്പോൾ ഈ H1ൻ്റെ കണ്ടൻറ്റും അതേപോലെ Pൻ്റെ കണ്ടൻറ്റും രണ്ടിനും അത് അപ്ലൈ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട്. Next is pseudo classes. It's used to define a special state of an element. Pseudo classes are states that apply when something happens rather than because the target element simply exists. Names begin with colon. For example, selector, then colon, then hover, double curly brace color red property value. Hover class apply when the mouse cursor is over the element, and focus classes apply when an element has focus. It means mouse cursor over the element and click the left mouse button. Next, pseudo class example. ഇവിടെ P ടാഗിൻ്റെ അകത്ത് ഫസ്റ്റ് കൊടുത്തത് മൗസ് ഓവർ ദ div element below to change its background color ആണ്. നെക്സ്റ്റ് ഡിവിൻ്റെ അകത്ത് മൗസ് ഓവർ മീ എന്നിട്ട് കൊടുത്തു. അപ്പോൾ ഡിവിൻ്റെ അപ്ലൈ ചെയ്തതെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ, ദെൻ കളർ വെയിറ്റ്, അതായത് അകത്ത് കൊടുത്തതിൻ്റെ വെയിറ്റ്, ദെൻ പാഡിങ്, അതായത് എടുത്ത ഡിസ്റ്റൻസ് ഒക്കെ വരാൻ വേണ്ടിക്ക്, ദെൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ സെൻറ്റർ, അതായത് സെൻറ്ററിൽ വന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോവർ, അതായത് ഹോവർ ക്ലാസ് എന്ന് പറയുന്നത് അപ്ലൈ വെൻ ദ മൗസ് കഴ്സർ ഈസ് ഓവർ ദ എലമെൻറ്റ്, അതായത് മൗസ് കഴ്സർ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ബ്ലൂ ആയിരിക്കും. ഓക്കെ, അതിനാണ് സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.